ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു അടിപൊളി കോഫിയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരേക്കും നമ്മൾ ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് തണുത്ത ഡ്രിങ്ക്സിൻ്റെ റെസിപ്പീസ് ആയിരുന്നു കൂടുതൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്തു നല്ല തണുപ്പായല്ലോ, അതുകൊണ്ട് നമുക്ക് ചൂടുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഡാൽഗോണ കോഫിയാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. ഫസ്റ്റ് മഴയ്ക്ക് തന്നെ ഡാൽഗോണ കോഫി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ ഡാൽഗോണ കോഫി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ 2 സ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ സ്പൂണിൽ തന്നെ 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാതും സെയിം അളവാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 സ്പൂൺ ഇളം ചൂടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർക്കോ വിസ്കോ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുക. അപ്പോൾ അതിനേക്കായി നല്ലത് നമുക്ക് ഇതുപോലെ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഈ ഫോർക്കും വിസ്കൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ അടിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് ബീറ്റർ വെച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിങ്ങനെ കുറച്ച് അടിക്കുന്നതിനനുസരിച്ച് കളർ ചേഞ്ച് ആയി വരും കേട്ടോ. നമ്മളിതുപോലെ കോഫിയുടെ മിക്സ് തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വിരുന്നേരൊക്കെ വരുന്ന സമയത്ത് വെറൈറ്റി ആയിട്ട് കോഫിയൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഒരു ക്രീമി സ്ട്രക്ചർ ആകുമ്പോൾ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഈ ഒരു സ്ട്രക്ചറാണ് കേട്ടോ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതിലേക്കുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള പാല് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുള്ള പാല് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു 1/4 ഭാഗമായിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, കോഫി ക്രീം. അപ്പോൾ ഓരോ ടീസ്പൂൺ വീതമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ സ്ട്രോങ്ങിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കൂടുതൽ സ്ട്രോങ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്രീം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഡാൽഗോണ കോഫി തയ്യാറായിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് ഇത് സെർവ് ചെയ്യൽ. അപ്പോൾ നമ്മുടെ ഡാൽഗോണ കോഫി ഒന്നായിട്ട് മിക്സ് ആക്കുകയാണ്. അപ്പോൾ ഈ ക്രീമും ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഇതിൽ ജോയിൻ്റ് ആകുന്ന വിധം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിക്ക് മിക്സ് ആക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കുടിക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോഫിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.